Good evening, everyone. Welcome to yet another 𝐈𝐄𝐻 speaking live session from 𝐁𝐬𝐧𝐿 Academy. ശ്രീലക്ഷ്മിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സ്പീക്കിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സ്പീക്കിങ്ങിൽ എസ്പെഷ്യലി ക്യൂ കാർഡൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് അല്ലേ. ക്യൂ കാർഡും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ആണ് നോക്കുന്നത്. അപ്പോൾ ഇന്നും അത് തന്നെയാണ്, ഒരു പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നമ്മളെ ക്യൂ കാർഡ് ആദ്യം കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ആ ഒരു ക്യൂ കാർഡ് എന്ന് പറയുന്നത് ഇച്ചിരി ഒന്ന് ഡിഫിക്കൽട്ടാണ്. എന്നാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയുന്നൊരു സംഭവമാണ്. വളരെ ഈസിയാണ്. എന്നാൽ നമുക്ക് ആ ഒരു ടോപ്പിക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിപ്പം പ്രിഡിക്ഷൻ ടൈപ്പിലും വരുന്നതാണ്, എന്നാൽ റീസെൻ്റ്ലി ചോദിച്ച കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിസ്ക്രൈബ് ആൻ ഏരിയ ഓഫ് സയൻസ് that you are interested in and would like to know more about. ഓക്കെ, അതായത് സയൻസിൻ്റെ ഒരു ഏരിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സയൻസിൻ്റെ ഒരു ഏരിയ അല്ലേ. പിന്നെ അവിടെ വേറൊരെണ്ണം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളത് അല്ലേ, അങ്ങനെയുള്ള സയൻസിൻ്റെ ഒരു ഏരിയ. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു ഏരിയ പറയുമ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ള എന്താണ് എന്നൊക്കെ നമ്മളവിടെ മനസ്സിലാക്കിയിടണം. എന്നാലേ വളരെ ഈസി ആയിട്ട് നമുക്കത് പറയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചില കേസിൽ ആ ഒരു ഏരിയ ഓഫ് സയൻസ് ആ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ചില കേസസിൽ ക്വസ്റ്റ്യനിൽ കാണിക്കാറില്ല. അതായത് ഈ ഒരു ഏരിയ ഓഫ് സയൻസ് ബയോളജി, റോബോട്ടിക്സ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. മിക്കവാറും നമ്മുടെ സ്പീക്കിങ്ങിലൊന്നും അത് കൊടുക്കാറില്ല. ജസ്റ്റ് ഞാൻ എടുത്ത ക്വസ്റ്റ്യനിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഏത് ഏരിയ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ഏരിയ ആണോ പറയുന്നത് അതിനെക്കുറിച്ച് അത്യാവശ്യം ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും അല്ലേ. 2 minutes എന്നൊക്കെ പറയുന്നത് എല്ലാവരും പറയും 2 minutes, 2 minutes, ഒരു 2 minutes ഞാനിപ്പം വരാം എന്നൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് പറയുന്നുണ്ട്. ആ 2 minute വലിയ വിലയില്ല, അല്ലെങ്കിൽ 2 minute എന്ന് പറയുന്നത് പെട്ടെന്ന് കഴിയും എന്നുള്ള ധാരണയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ സ്പീക്കിങ്ങിന് വരുമ്പോൾ ഈ ഒരു 2 minute എന്ന് പറയുന്നത് നമുക്ക് 2 ദിവസമായിട്ടോ 2 മണിക്കൂറായിട്ടോ തോന്നാം അല്ലേ. പറഞ്ഞാലും നമ്മുടെ ആ ടൈം അങ്ങോട്ട് എത്തുന്നില്ല. അങ്ങനെയുള്ള കേസസ് ആണ് പലർക്കും. എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, പലർക്കും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 2 minute നമുക്ക് സംസാരിക്കാൻ പറ്റണം. 2 minute സംസാരിക്കാൻ കഴിയാവുന്ന അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള അല്ലേ, അത്യാവശ്യം എക്സ്പാൻഡ് ചെയ്ത് പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണം നമ്മളവിടെ പറയാനായിട്ട്. അപ്പോൾ നമുക്കറിയാം ടെക്നോളജി അല്ലേ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്നോളജി, റോബോട്ടിക്സ് ഒക്കെ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കാരണം നമ്മുടെ എസ്സേ റൈറ്റിങ്ങിലാണെങ്കിലും റോബോട്ടിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എസ്സേ റൈറ്റിംഗ്, ഈ ഒരു എസ്സേ റൈറ്റിംഗ് അല്ല, നമ്മുടെ ലൈവ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടെന്നല്ല പറയുന്നത്. അപ്പോൾ റോബോട്ടിക്സിനെ കുറിച്ചൊക്കെ ഒരുപാട് എസ്സേ റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ എന്താണ് വീഡിയോ ഗെയിംസ് അല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. വീഡിയോ ഗെയിംസ് നല്ലതാണോ, പോസിറ്റീവ് ഇഫക്റ്റ് ആണോ, നെഗറ്റീവ് ഇഫക്റ്റ് ആണോ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ ടെക്നോളജി വന്നതോടുകൂടി ഇന്ന സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ റൈറ്റിംഗ് എസ്സേയിൽ പ്രാക്ടീസ് ചെയ്യും ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ റോബോട്ടിക്സിനെ കുറിച്ച് പറയാനായിട്ട് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. കുറച്ചും കൂടെ കൂടുതൽ പോയിന്റ്സ് നമുക്ക് കിട്ടും റോബോട്ടിക്സിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ റോബോട്ടിക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് ആണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫ്യൂച്ചറിൽ എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യുന്നതും അതൊക്കെ നമുക്കവിടെ പറയാം അല്ലേ. അപ്പോൾ അതാണ് പറയുന്നതെങ്കിൽ, അപ്പോൾ ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം റോബോട്ടിക്സ് എന്ന് പറയുന്നത് എല്ലാവരും ചൂസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ റോബോട്ടിക്സ് ആണെങ്കിൽ, അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് റോബോട്ടിക്സ് ആണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ കഴിയുന്നത് വിച്ച് ഏരിയ ഇറ്റ് ഈസ്. ഇപ്പോൾ റോബോട്ടിക്സ് ആണ് ആ ഒരു ഏരിയ അല്ലേ.
ഇനി അടുത്തത് വെൻ ആൻഡ് വെയർ യു കെയിം ടു നോ ദിസ് ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളുടെ ക്ലാസ്സിൽ അല്ലേ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിസിക്സിലോ ഒക്കെ നമ്മൾ റോബോട്ടിക്സ് ഇപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററി അല്ലല്ലോ പറയാൻ കഴിയുന്ന, ജോഗ്രഫിയിലൊക്കെ എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്തു അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പക്ഷേ അത് സോഷ്യൽ സയൻസിൻ്റെ ഒരു ടോപ്പിക്കാണ്. സയൻസിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ ഉള്ളിൽ ഇത് വരണം. സോ ഫിസിക്സിലൊക്കെ നമുക്ക് പറയാൻ കഴിയില്ലേ, ഫിസിക്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലേ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സബ്ജക്റ്റിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് റോബോട്ടിക്സിനെ കുറിച്ചെന്ന് പറയാം. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ് പറയാം, +1 ആണോ +2 ആണോ ആ ഒരു സംഭവം പറയാം. ഇനി ഹൗ യു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ഏരിയ, അപ്പോൾ പല ബുക്സിൽ നിന്നും പിന്നെ നെറ്റിൽ നിന്നും എടുത്തു എന്നൊക്കെ പറയാം. വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഏരിയ, സോ ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഫ്യൂച്ചറിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല ക്യൂരിയോസിറ്റി അതിലുള്ളത് കൊണ്ടാണ് ഈ ഒരു ഏരിയ, പെർട്ടിക്കുലർ ഏരിയ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയത് എന്ന് പറയാം. അപ്പോൾ നമുക്കിനി നമ്മളുടെ ക്യൂ കാർഡിലേക്ക് പോവാം, അതായത് നമ്മളുടെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ആദ്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ബയോളജിയെക്കുറിച്ചാണ്. സോ ബയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ബയോളജി എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെയും ആനിമലിൻ്റെയും കോമ്പിനേഷൻ സ്റ്റഡിയാണ്, രണ്ടും അതിൽ വരുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ ബയോളജി എന്ന് പറയുമ്പോൾ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബോട്ടണി സുവോളജി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ സുവോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആനിമൽസിനെ കുറിച്ചും, ബോട്ടണി എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി നമുക്ക് അറിയാവുന്നത് നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കുറേ ചെടികളൊക്കെയാണ്. എന്നാൽ ഈ ഒരു ബോട്ടണി സബ്ജക്റ്റിൽ വളരെ വ്യത്യസ്തമായിട്ട് അല്ലേ, പല നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്തതും നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള കളേഴ്സുള്ള പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. പിന്നെ സീൻ്റെ അടിയിലുള്ള പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ ആദ്യം എന്താണ് പറയേണ്ടത്? സയൻസ് എന്താണെന്ന് പറയാം അല്ലേ. സയൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന സയൻസിൻ്റെ കീഴിലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറയാം, ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് പറയാം, സയൻസിൻ്റെ കീഴിലുള്ള ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെൽ എന്ന് വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ലേണിംഗ് സയൻസ് ഇസ് എസെൻഷ്യൽ ഫോർ എവറി വൺ ഇൻ ഓർഡർ ടു കോംപ്രിഹെൻഡ് ദെയർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സയൻസ് ഹെൽപ്പ് ചെയ്യും അല്ലേ. Although I am acquainted with a number of science areas like physics, chemistry, biology, zoology and many others, but here I would like to talk about a particular area of science in which I am interested and want to know more about it. ഞാൻ പറഞ്ഞതുപോലെ പല ഏരിയാസ് ഉണ്ടെങ്കിൽ ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ മെൻഷൻ ചെയ്തു. ഇനി വിച്ച് ഏരിയ ഇറ്റ് ഈസ് അല്ലേ. സോ അവിടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിലേക്ക് പോവാണ്, വിച്ച് ഏരിയ ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അത് ബയോളജി ആണ് അല്ലേ. സോ നൺ അതർ ദാൻ ബയോളജി, വേറെ ഒന്നും അല്ലാതെ ബയോളജിയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ് നൺ അതർ ദാൻ. ഓക്കെ, നൺ അതർ ദാൻ ബയോളജി. അപ്പോൾ നമുക്കവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് പറയണം, പോയിന്റ്സ് മാത്രമായിട്ട് പറയാൻ പാടില്ല അല്ലേ. നമ്മുടെ IELTS സ്പീക്കിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആയിരിക്കണം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് സബ്ജക്ട് ഇസ് നൺ അതർ ദാൻ ബയോളജി. It is a branch of science that deals with not only the study of plants and animals but also human body. പ്ലാന്റ്സും ആനിമൽസും മാത്രമല്ല, ആനിമൽസിൽ തന്നെ ആ ഒരു ആനിമൽ കാറ്റഗറിയിൽ പെടുന്ന ഹ്യൂമൻ ബോഡിയെ കുറിച്ചും കൂടെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അനാട്ടമി അല്ലെ, നമ്മളുടെ ബോഡിക്കുള്ളിൽ എന്തൊക്കെയാണ് അതറിയാനായിട്ട് എല്ലാവർക്കും ക്യൂരിയസ് ആണ് അല്ലേ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്കവിടെ പറയാം. ഓക്കെ, സോ ഏത് ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചതെന്നുള്ളതാണ്. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ നല്ല സ്പഷ്ടമായിട്ട് ഓർക്കുന്നു, ഞാൻ ഇത്രാം ക്ലാസ്സിലായപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അതിനെ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് വിവിത്ലി, വിവിധ്, VIVID, വിവിധം എന്നുള്ള. വിവിധം നമ്മൾ മലയാളത്തിൽ വിവിധ തരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു വിവിധമല്ല, ഇത് വേറൊരു മീനിങ് ആണ്. വിവിധം എന്ന് വെച്ചാൽ സ്പഷ്ടമായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് എന്നുള്ള മീനിങ് ആണ്. അത് എല്ലാ സ്പീക്കിങ്ങിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ സ്പഷ്ടമായിട്ട് ഓർക്കുന്നു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന കേസെല്ലാം ഐ വിവിഡ്ലി റിമെമ്പർ എന്ന് പറയാം. ഐ വിവിഡ്ലി റിമെമ്പർ ദാറ്റ് വെൻ ഐ എൻറ്റേർഡ് ദ 6th grade എന്ന് പറയാം. ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ദിസ് ആസ് എ സെപ്പറേറ്റ് സബ്ജക്ട് ബിക്കോസ് ഇൻ പ്രയർ ക്ലാസ്സസ് സയൻസ് സബ്ജക്ട്സ് വെർ സ്റ്റഡീഡ് ടുഗെദർ ആസ് വൺ സബ്ജക്ട്. സയൻസ് എല്ലാം ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് പഠിച്ചത്. സോ അവിടെ 6th grade അല്ല 8th grade ആണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഇനി ഡിവിഷൻ മാറിയോ എന്ന് എനിക്കറിയത്തില്ല. യൂഷ്വലി 8ാം ക്ലാസ് മുതലാണ്
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ ആ ഒരു ഡിവിഷൻ വരുന്നത്. So to be honest, for the first 2 years, I did not like that subject. But when I was promoted to the 8th grade, my school started teaching via smart classes. അപ്പോൾ ആദ്യമൊന്നും ഫ്രാങ്ക്ലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ടു ബി ഓണസ്റ്റ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന വേർഡ്സ് ആണ് കേട്ടോ. ടു ബി ഓണസ്റ്റ്, ആദ്യത്തെ 2 വർഷം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ 8th ഗ്രേഡിലായപ്പോൾ സ്മാർട്ട് ക്ലാസ് വഴി പഠിപ്പിക്കാൻ തുടങ്ങി അല്ലേ. അപ്പം അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നത് എന്നവിടെ പറയാം. അപ്പോൾ വിച്ച് ഏരിയ ഈസ് ഇറ്റ്, വെൻ ആൻഡ് വെയർ, ക്ലാസ്സിൽ വെച്ചിട്ട് അല്ലേ, സ്കൂളിൽ വെച്ചിട്ട്. വെൻ എന്ന് വെച്ചാൽ 8th ഗ്രേഡ് അല്ലേ. 6th ഗ്രേഡിലാണ് ഇങ്ങനെ ഡിവിഷൻ വന്നതെങ്കിലും 8th ഗ്രേഡ് മുതലാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അല്ലേ. സോ വെൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ത്രൂ, അടുത്തതാണ് ഹൗ യു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ഏരിയ ആണ്. സോ വെൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ത്രൂ പ്രാക്ടിക്കൽ ക്ലാസ്സസ്, ഐ ബിക്കെയിം quite interested in it. When it comes to the question of how I get knowledge about the subject, I would say there are many sources. എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്? സോ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനും കൂടെ അതിൽ പറയാം അല്ലേ. ഇങ്ങനെ എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ പറയാം. സോ അതെങ്ങനെയാണ് പറയുന്നത്? വെൻ ഇറ്റ് കംസ് ടു ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ഐ ഗെറ്റ് നോളജ് അബൌട്ട് ദ സബ്ജക്ട്, അതായത് വെൻ ഇറ്റ് കംസ് ടു ദ ക്വസ്റ്റ്യൻ ഓഫ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഇതാണ് പറയുന്നത്. ഓക്കെ, ഐ വുഡ് സേ, ഇങ്ങനെ ചോദിച്ചാൽ ഐ വുഡ് സേ, ഞാൻ ഇങ്ങനെ പറയും അല്ലേ, ഐ വുഡ് സേ. സോ when it comes to the question of how dash, I would say dash alle. There are many resources. The prominent one is the internet, and every type of information related to the subject is available on various platforms like Google, Wikipedia, YouTube and many more. അപ്പോൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത് ഇൻ്റർനെറ്റ് ആണ്. പിന്നെ ബാക്കിയുള്ളത് യൂട്യൂബ് ഒക്കെയാണ് അല്ലേ. Apart from this, I also get information regarding this part of science from my elder sister, as she is a science teacher by profession. Elder sisterൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്തു നിന്ന് മാത്രം ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയാതെ പല പല സോഴ്സിൽ നിന്ന് കിട്ടുകയാണെന്ന് പറയുകയാണെങ്കിൽ അത്രയും കൂടി നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയല്ലേ. ഓക്കെ, ഇനി അടുത്തത് why you are interested in this area. So I really like the subject because of a variety of reasons. Firstly, it makes me aware of practical things like how body works, how to plant trees, and how to take care of animals and wild species. അതിൽ പറയുന്ന ഇന്ന കാര്യങ്ങളല്ലേ, ബോഡിയെക്കുറിച്ച് പഠിക്കാൻ കഴിയും. പ്ലാന്റ്സ് അല്ലേ, നമ്മൾ ട്രീ ഒക്കെ എങ്ങനെയാണ് നടുന്നത് അല്ലേ, അതിൽ ബഡ്ഡിങ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് എടുക്കത്തില്ലേ, ഹൈബ്രിഡൈസേഷൻ, സോ പിന്നെ ക്ലോണിങ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ. സോ ഇതൊക്കെ വളരെ ക്യൂരിയോസിറ്റി എന്നിൽ ഉണർത്തി എന്ന് പറയാം. ഇനി മോർ ഓവർ ഐ ആം ഫോണ്ട് ഓഫ് ഗാർഡനിങ്. So by learning this subject, I am able to maintain my garden well. Aside from that, with the assistance of guidance, I grow organic vegetables. All in all, this is most interesting subject that I hope to know more about. So ഇങ്ങനെയുള്ള പല പല സംഭവങ്ങളുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കവിടെ പറയാൻ കഴിയും അല്ലേ. ഫിസിക്സ് ആണെങ്കിൽ നമുക്കവിടെ ഈ സംഭവങ്ങൾക്ക് പകരം, അതായത് ആ ഒരു സബ്ജക്റ്റുകൾക്ക് പകരം ഫിസിക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പിന്നെ അതെന്ന് പറയുന്നത് പ്ലാന്റിനെ ആനിമലിനെ സ്റ്റഡി ആയതുകൊണ്ടെന്ന് പറയുന്നെങ്കിൽ ഇവിടെ ഫിസിക്സിൽ കൂടുതലും എന്തൊക്കെ പഠിക്കാൻ കഴിയുന്നുള്ളത് അവിടെ പറയും. സോ ഫിസിക്സിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മളുടെ നാച്ചുറൽ പ്രോസസ്സുകൾ അല്ലേ, ലൈറ്റ്നിങ്, തണ്ടർ, അങ്ങനെയുള്ള കുറേ നാച്ചുറൽ പ്രോസസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അല്ലേ. ഏത് ടോപ്പിക്കാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ സംസാരിക്കാൻ കഴിയും. അതിലങ്ങനെ അത്രയ്ക്ക് ഇങ്ങോട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യൂ കാർഡ് എന്ന് പറയുന്നത്. ഇത് എന്നാൽ എന്താണ്, നമ്മളിപ്പോൾ ഡിഫിക്കൽട്ട് ക്യൂ കാർഡ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ക്യൂ കാർഡുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. സോ അത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തോന്നിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഞാൻ
ഫോളോ ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡു സം ചിൽഡ്രൻ നോട്ട് ലൈക്ക് ലേണിംഗ് സയൻസ് അറ്റ് സ്കൂൾ? അതായത് സ്കൂളിൽ സയൻസ് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് പല കുട്ടികൾക്കും അല്ലെ ഇഷ്ടമല്ലാത്തത് എന്നാണ് അവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. വൈ ഡു സം ചിൽഡ്രൻ നോട്ട് ലൈക്ക് ലേണിംഗ് സയൻസ് അറ്റ് സ്കൂൾ? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സയൻസ് പഠിക്കുന്നത് ഇഷ്ടമല്ലാത്തത്? സോ അപ്പോൾ നമുക്കവിടെ പറയാൻ കഴിയില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്, പിന്നെ എനിക്ക് അതിൻ്റെ ആൻസർ പറയേണ്ട കാര്യമില്ല. സയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് +1 +2 ഡിഗ്രിക്കൊക്കെ എല്ലാവരും സയൻസ് ചൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് അവിടെ ഒരു ആൻസർ പറയാൻ കഴിയത്തില്ല അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുത്തു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് അല്ലേ. അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത ആ ഒരു ആൻസർ തന്നെ നമ്മൾ അവിടെ പറയേണ്ടി വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇപ്പോൾ നമുക്കൊരു സയൻസ് സബ്ജക്റ്റ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ഇഷ്ടമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല അല്ലേ. ചില കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്കവിടെ പറയാം അത് ഇഷ്ടമല്ലാത്തത് പല കുട്ടികൾക്കും പല റീസൺസ് ആണ് അവിടെ പറയാൻ കഴിയുന്നത് അല്ലേ. ഇങ്ങനെ ശ്രദ്ധിച്ച്, പല കുട്ടികൾക്കും ഇഷ്ടമല്ലാത്തത് പല പല റീസൺസ് കൊണ്ടാണ്. അത് നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് വേരീസ് ഫ്രം ചൈൽഡ് ടു ചൈൽഡ് എന്ന് പറയാം. കുട്ടികൾക്കനുസരിച്ച് അല്ലേ, അത് ഡിഫറെൻ്റ് ആണ്. സം ചിൽഡ്രൻ ഡു നോട്ട് ലൈക്ക് ലേണിംഗ് സയൻസ് അറ്റ് സ്കൂൾ ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് എൻ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് ആൻഡ് ദേ ഫൈൻഡ് ഇറ്റ് ബോറിംഗ് ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ്. അതേഴ്സ് ഡു നോട്ട് ലൈക്ക് ലേണിംഗ് സയൻസ് because they do not know the importance of science and are not learning science because they do not know the importance of science and are not familiar with the basic concepts of science. ബേസ് ഇല്ല, ഇപ്പോൾ പിന്നീട് പഠിക്കുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അല്ലേ. മാത്രമല്ല സയൻസിന് നമ്മളുടെ ലൈഫിൽ ഉള്ള ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് അവിടുത്തെ റീസൺ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം apart from that science includes a lot of chemical formulas that children find it difficult to memorize for a long period of time. കെമിസ്ട്രിയിലൊക്കെ അത്യാവശ്യം ഈ കെമിക്കൽ ബോണ്ടിനെ കുറിച്ചും പല പല കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെയുള്ള പല പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേംസും ഇക്വേഷൻസും അതിലുള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയും. പല കുട്ടികൾക്ക് പല എന്താണ് റീസൺ ആണ് അല്ലേ. ഒന്നെങ്കിൽ ബോറിംഗ് ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ്, മറ്റത് അതിൽ ബേസ് ഇല്ലാത്തത് കൊണ്ടാണ്, ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ കഴിയുന്നില്ല. സോ അതാണ് അവിടുത്തെ റീസൺ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി സയൻസ് അറ്റ് സ്കൂൾ? അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലേ. കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കുട്ടികൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണോ, അത് പഠിക്കണം എന്നുള്ളത് മസ്റ്റ് ആണോ? അപ്പോൾ ഇനി ഇവിടെ എടുത്തു പറയുന്നുണ്ട് നമ്മൾ +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്കും സയൻസിൽ നിന്നൊക്കെ മാറി വേറെ ബ്രാഞ്ചസ് ചൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് അറ്റ് സ്കൂൾ എന്ന് ചോദിക്കുന്നുണ്ട്, സ്കൂൾ ലെവലിൽ. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് 10th സ്റ്റാൻഡേർഡ് വരെ സയൻസ് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ആൻസർ വിതൗട്ട് എ ഷാഡോ ഓഫ് ഡൗട്ട് സയൻസ് പ്ലേസ് ആൻ ഇംപെറേറ്റീവ് റോൾ ഇൻ ചിൽഡ്രൻസ് ലൈഫ് ആസ് ഇറ്റ് മേക്സ് ദം ഫെമിലിയർ അബൌട്ട് ദ പ്രാക്ടിക്കൽ തിങ്സ് ലൈക്ക് how the human body works, how to maintain their body fit, how to protect themselves from the disease, how to plant trees and how to take care of pets, how to contribute the environment, how to save the environment and many more useful information. അതായത് നമുക്ക് നിസ്സംശയം പറയാം സയൻസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് അല്ലേ. കാരണം ഈ ഒരു സയൻസിലൂടെയാണ് നമ്മളുടെ ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ അതിന് നമ്മൾ പറയുന്ന സെൻറ്റൻസ് നിസ്സംശയം പറയാൻ കഴിയും അല്ലേ, വിത്തൗട്ട് എ ഷാഡോ ഓഫ് ഡൗട്ട്. സയൻസ് വലിയൊരു പങ്കാണ് വഹിക്കുന്നത് അല്ലേ കുട്ടികളുടെ ലൈഫിൽ. സയൻസ് പ്ലേസ് ആൻ ഇംപെറേറ്റീവ് റോൾ ഇൻ ചിൽഡ്രൻസ് ലൈഫ് ആസ് ഇറ്റ് മേക്സ് ദം ഫെമിലിയർ അബൌട്ട് ദ പ്രാക്ടിക്കൽ തിങ്സ് ലൈക്ക് ഹൗ ദ ഹ്യൂമൻ ബോഡി വർക്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ.
ഇനി നമ്മളുടെ ഒരു ഓവറോൾ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സയൻസ് എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും മോറോവർ സയൻസ് ഇസ് എ മേജർ പാർട്ട് ഓഫ് ദ സിലബസ് വിച്ച് അഫക്ട്സ് ദ ഓവറോൾ പെർഫോമൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ ഒപ്പീനിയനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ആൻസർ പറയാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ആൻസർ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഒപ്പീനിയൻ ചൂസ് ചെയ്യാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് സയൻസ് സബ്ജക്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ടു ലേൺ. അപ്പോൾ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്? അപ്പോൾ നമുക്കവിടെ ഫിസിക്സ് എന്ന് പറയാൻ കഴിയുമോ? ഫിസിക്സ് എന്ന് വെച്ചാൽ നമ്മൾ എനർജി, നമ്മളുടെ ആ ഒരു സണ്ണിൻ്റെ ലൈറ്റും ലൈറ്റ്നിങ് തണ്ടർ അങ്ങനെയുള്ള നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അത് കൂടാതെ നമുക്ക് നമ്മുടെ ലൈഫിൽ സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. സോ കറണ്ട്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവമാണ്. അതുപോലെ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫിസിക്സ് വഴിയാണ് അല്ലേ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ കെമിസ്ട്രിയോ? കെമിസ്ട്രി അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇതിനേക്കാളും ഒക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രി എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ നോക്കുന്നത്. അപ്പോൾ പിന്നെ ചോദിക്കുന്നു ബയോളജി. ഇപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഹോസ്പിറ്റൽസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ ബയോളജി ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ വരുന്ന മെഡിസിൻസ് ഒക്കെ കെമിസ്ട്രി അല്ലേ, കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിലാണ്. ഈ ഹോസ്പിറ്റലിൽ സർജറി നടക്കുന്ന ആ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഫിസിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലാണ് അല്ലേ, അത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സയൻസ് സബ്ജക്റ്റിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കണ്ട. ഇപ്പോൾ കറക്റ്റായിട്ട് മൂന്നും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ വിച്ച് സയൻസ് സബ്ജക്ട് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ടു ലേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ആസ് പെർ മൈ പെർസെപ്ഷൻ, എൻ്റെ ധാരണ, പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ധാരണ, അതായത് അക്കോർഡിംഗ് ടു മീ എന്ന് നമ്മൾ പറയുന്നതിന് പകരം യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് ആസ് പെർ മൈ പെർസെപ്ഷൻ. ബയോളജി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഫോർ ചിൽഡ്രൻ ടു ലേൺ because it makes them familiar with their surroundings as well as helps them understand the environment in a better way. നമ്മുടെ സറൗണ്ടിങ്സ് മനസ്സിലാക്കാനും നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിയുന്നത് ബയോളജിയാണ്. അതാണെങ്കിൽ നമുക്ക് പറയാം. കെമിസ്ട്രി ആണെങ്കിൽ അങ്ങനെ പറയാം, ഫിസിക്സ് ആണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഇനി പലരും വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ 10th വരെയൊക്കെ സയൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻസ് കാണും ചൂസ് ചെയ്യാനായിട്ട്. അതായത് സയൻസ് വേണമോ, സോഷ്യൽ സയൻസ് വേണമോ, മാത്സ് വേണമോ, ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അത് റിലേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുഡ് പീപ്പിൾ കണ്ടിന്യൂ ടു സ്റ്റഡി സയൻസ് ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ഫ്രം സ്കൂൾ. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാജുവേഷൻ അല്ലേ, ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് സ്കൂളിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് +1 +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സയൻസ് പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ പറയാൻ കഴിയുന്നത് നമുക്കൊരു ഗോൾ കാണും അല്ലെ, നമുക്കൊരു എയിം കാണും, ഒരു അംബീഷൻ കാണും. സോ ആ ഒരു അംബീഷന് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സ്കൂൾ കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ആ ഒരു അക്കാഡമിക് കരിക്കുലം നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ, നമ്മുടെ അക്കാഡമിക്സ് കൊണ്ടുപോകുന്നത്. 10 വരെ എന്ന് പറയുന്നത് നമ്മൾ കോർ സബ്ജക്ട്സ് ആണ്. ഇതെല്ലാം നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചേ പറ്റും. നമുക്കിപ്പോൾ മാത്സ് മാത്രമാണ് ഇഷ്ടമെങ്കിലും മാത്സ് മാത്രമായിട്ട് പഠിക്കാൻ കഴിയത്തില്ല അല്ലേ. എല്ലാ സബ്ജക്റ്റിൻ്റെയും ബേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കൂളിൽ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് സ്കൂൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം
പിന്നെ നമുക്ക് ഒരു അംബീഷൻ ഉണ്ട്, നമുക്ക് ലൈഫിൽ എന്തായിട്ടാണ് മാറേണ്ടതെന്നുള്ളത് അല്ലേ. സോ ഈച്ച് പേഴ്സൺ വർക്ക്സ് അക്കോർഡിംഗ് ടു ദാറ്റ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചാണ് ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അവർക്ക് വേണമെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ പഠിക്കണ്ട. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നത് ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് ചോയ്സ് അല്ലേ. ഇഫ് എ പേഴ്സൺ ഈസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആസ് വെൽ ആസ് ഹാസ് keen interest in science, then they should definitely continue to study science after graduating from school. Otherwise, they should focus on some other goals that will help them achieve their target in a short period of time. അപ്പോൾ ചിലരെന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി വേണം എന്നുള്ളവരായിരിക്കും. അപ്പോൾ ജോലിക്ക് അനുസരിച്ച് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയുള്ള കോഴ്സ് പഠിക്കും അല്ലേ. ചിലരെന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്, പാഷൻ അല്ലേ, അത്യാവശ്യം വളരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിന് ശേഷവും അവർക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്തവർക്ക് വേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല അല്ലേ, നമ്മൾ പഠിക്കണം എന്ന് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സയൻസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു ഗെറ്റ് ടു നോ അബൌട്ട് സയൻറ്റിഫിക് ന്യൂസ്. സയൻറ്റിഫിക് ന്യൂസിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അറിയുന്നത്? അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ബുക്കിൽ നിന്ന് പഠിച്ചു അല്ലേ, അതിനുശേഷം എവിടെ നിന്നാണ് അറിയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയാം അല്ലേ. അപ്പോൾ ന്യൂസ് പേപ്പർ പറയാം. ന്യൂസ് പേപ്പറിലേക്ക് ഹെഡിങ്സ് ഒക്കെ വായിച്ചിട്ട് അറിയാൻ കഴിയും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പെർട്ടിക്കുലർ വീട്ടിലുള്ള ആരെങ്കിലും സയൻറ്റിഫിക് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ലൈബ്രറി പറയാം, ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പറയാം. ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാം പറയാം, എല്ലായിടത്തുനിന്നും കിട്ടുന്നു എന്ന് പറയാം. സോ എവിടെ നിന്നാണ് സയൻറ്റിഫിക് ന്യൂസ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ആൻസർ പറയാൻ കഴിയുന്നത് there are different sources from which I can get information about scientific news. ഒരുപാട് സോഴ്സസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് എ മീഡിയ ലൈക്ക് ന്യൂസ് പേപ്പർ, ഹെഡ്ലൈൻസ്, as well as the internet where every type of scientific information is updated every second. അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് ന്യൂസ് പേപ്പറിൽ നിന്ന് അല്ലേ. അപ്പാർട്ട് ഫ്രോം ദാറ്റ്, അത് കൂടാതെ I also get scientific news from my mother who works in a scientific area. അമ്മയിൽ നിന്ന് കിട്ടുന്നുണ്ട്. Moreover, when I need information regarding a particular topic, then I prefer to go library where various books are available to get depth of knowledge. പിന്നെ കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് വായിച്ചു നോക്കും അല്ലേ. ഈ പെർട്ടിക്കുലർ ഏരിയാസിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് കേൾക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. അതാണ് നമ്മളുടെ സ്പീക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു പെർട്ടിക്കുലർ ആൻസർ കൊടുക്കാൻ കഴിയൂ അല്ലേ. നമുക്കറിയാത്ത ആൻസർ ആണെങ്കിൽ പോലും ആ ഒരു ആൻസർ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ടോപ്പിക് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം, ഡിസ്പ്ലേ കാണിക്കാം. ഓക്കെ, അടുത്തത് ഇച്ചിരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലേക്ക് പോവാം.
ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് ക്യൂ കാർഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്ക്രൈബ് എ പീസ് ഓഫ് ഗുഡ് അഡ്വൈസ് ദാറ്റ് യു ഗേവ് ടു സംവൺ. ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത ഒരു അഡ്വൈസ് അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയതാണോ നമ്മൾ കൊടുത്തതാണോ എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമുക്ക് കിട്ടിയൊരു അഡ്വൈസ് അല്ലേ. ഡിസ്ക്രൈബ് എ പീസ് ഓഫ് ഗുഡ് അഡ്വൈസ് ദാറ്റ് യു ഗേവ് ടു സംവൺ. അപ്പം നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത അഡ്വൈസ്, നമുക്ക് കിട്ടിയ അഡ്വൈസ് അല്ല, നമ്മൾ കൊടുത്ത അഡ്വൈസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പീസ് ഓഫ് അഡ്വൈസ് ഏതാണ്, ഏത് അഡ്വൈസിനെ കുറിച്ച് പറയണം, ആർക്ക് കൊടുത്ത അഡ്വൈസിനെ കുറിച്ച് പറയണം എന്നുള്ളത് നോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ബുള്ളറ്റ് പോയിന്റിലേക്ക് പോവാം. ഇനി അതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് ശ്രദ്ധിക്കുക. ഹൂ യു ഗേവ് ദ അഡ്വൈസ് ടു, ആർക്കാണ് കൊടുത്തത്. അപ്പോൾ ആർക്കാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ ആദ്യം ആ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. ഇനി വാട്ട് ദ അഡ്വൈസ് ഫോർ, ഏതാണ് ആ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വൈ യു ഗേവ് ദ അഡ്വൈസ്, എന്തുകൊണ്ടാണ് അഡ്വൈസ് കൊടുത്തത്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ ഹി ഓർ ഷീ ഫോളോഡ് യുവർ അഡ്വൈസ്, എങ്ങനെയാണ് ആ ഒരു അഡ്വൈസ് ഫോളോ ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനാണ് നമുക്ക് പറയാൻ കഴിയുന്നത് നോക്കുക. അപ്പോൾ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെ വേറൊരാളിന് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല സെൻസിൽ എടുക്കാൻ കഴിയുന്ന അഡ്വൈസ്, അതായിരിക്കണം നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരാളിങ്ങനെ, നമ്മൾ ഇപ്പോഴത്തെ പ്രായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടീനേജേഴ്സ് എന്ന് പറയുന്നത് അഡ്വൈസ് ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ് അല്ലേ. അപ്പോൾ അങ്ങോട്ട് വെറുതെ ഒരാൾ പോയപ്പോൾ ഞാൻ പിടിച്ച് അഡ്വൈസ് ചെയ്തു നമുക്ക് പറയാൻ കഴിയത്തില്ല. അതൊരു പോസിറ്റീവായിട്ട് ആ ആളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വൈസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് ഏതെങ്കിലും ഒരു +2 കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഏത് കോഴ്സ് ചൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അവിടെ പറയാം അല്ലേ. അതാണ് തീരെ തിരക്കേടില്ലാത്തൊരു അഡ്വൈസ് എന്ന് പറയുന്നത് അല്ലേ. ബാക്കിയുള്ള അഡ്വൈസ് നീ നന്നാവണം, അല്ലെങ്കിൽ നിന്റെ ക്യാരക്ടർ മാറ്റണം, അങ്ങനെയുള്ള അഡ്വൈസ് ഒന്നും നമുക്ക് ഗുഡ് അഡ്വൈസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ. അത് പലർക്കും ബാഡ് ആയിട്ടാണ് ആ ഒരു അഡ്വൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ അങ്ങനെ എപ്പോഴും അഡ്വൈസ് കൊടുക്കുന്ന ഒരാളല്ല, കാണുന്നവരെയൊക്കെ പിടിച്ച് എന്താണ് അഡ്വൈസ് കൊടുക്കുന്ന ആളല്ല. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ഒരാൾ എന്നോട് ചോദിച്ചു എന്ന് പറയാം. അതായത് ഞാൻ അങ്ങോട്ട് ആർക്കും അഡ്വൈസ് കൊടുക്കാറില്ല, ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചോദിച്ചാൽ മാത്രം അതിന് അഡ്വൈസ് കൊടുക്കും. സോ ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ അഡ്വൈസിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നെ സംബന്ധിച്ച് ഞാൻ അഡ്വൈസ് കൊടുക്കുന്ന ആളല്ല അല്ലേ. എന്നെ സംബന്ധിച്ച് ഇങ്ങോട്ട് അല്ലേ, എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നവർക്ക് മാത്രമാണ് അഡ്വൈസ് കൊടുക്കുന്നത്. സോ വെൽ ഐ ആം നോട്ട് എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ഓൾവേസ് ഗീവ് അഡ്വൈസ് ടു എവറി പീപ്പിൾ. ഐ ഓൺലി ഗീവ് അഡ്വൈസ് ടു പീപ്പിൾ ഹു ആർ ഇൻ നീഡ്, അല്ലെങ്കിൽ ഹു ആസ്ക് മീ ഫോർ ദ സെയിം. എന്നോട് ചോദിക്കുന്നവരോട് മാത്രമാണ് ഞാൻ അഡ്വൈസ് കൊടുക്കുന്നത്, അല്ലാതെ എപ്പോഴും കണ്ണി കണ്ടവർക്കൊന്നും അഡ്വൈസ് കൊടുക്കുന്ന ആളല്ല. ഇനി അടുത്തത്, അപ്പോൾ നമ്മളുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളവിടെ പറഞ്ഞു അല്ലേ. ഇനി ആ അഡ്വൈസ് എന്താണെന്നാണ് അവിടെ പറയുന്നത്. വാട്ട് ദ അഡ്വൈസ് അല്ല, ഹൂ യു ഗീവ് ദ അഡ്വൈസ് ടു അല്ലേ, ആർക്കാണ് അഡ്വൈസ് കൊടുത്തത്. സോ അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പറയാം, ഞാൻ അങ്ങനെ ആർക്കും അഡ്വൈസ് കൊടുക്കുന്നതല്ല എന്നൊക്കെ നമ്മളവിടെ പറഞ്ഞു അല്ലേ. സോ however today I would like to talk about a time when I advised one of my friends about what career option is best for him. അപ്പോൾ
ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അഡ്വൈസ് കൊടുത്തതിനെ കുറിച്ചാണ് അല്ലേ. അതെന്താണെന്നും കൂടെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കരിയർ ഓപ്ഷൻ അല്ലേ, ഏത് നല്ല ജോബാണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അഡ്വൈസ് ആണെന്ന് പറയാം. ഇനി വാട്ട് ദ അഡ്വൈസ് വാസ്, അപ്പോൾ എപ്പോഴാണ്, ഏതാണ് അഡ്വൈസ്, അത് എപ്പോഴാണ് കൊടുത്തതെന്നും കൂടെ അവിടെ മെൻഷൻ ചെയ്യാം. I remember it was almost 2 years back. My friend Alok had just completed his secondary education and he was really confused about what subjects he should choose so that he can have a bright future ahead. അപ്പോൾ 2 വർഷത്തിന് മുന്നേ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ എന്നോട് ചോദിച്ചു. അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. പാർട്ട് ഓഫ് ഹിസ് ഡിലിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ problematic ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ. പാർട്ട് ഓഫ് ഹിസ് ഡിലമ വാസ് ഡിസൈഡിങ് ബിറ്റ്വീൻ കൊമേഴ്സ് ആൻഡ് ആർട്സ് സബ്ജക്ട് ബിക്കോസ് ഹി വാസ് റിയലി ഗുഡ് അറ്റ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ബട്ട് ദെൻ ഹി ഓൾസോ വാണ്ടഡ് ടു റൺ ഹിസ് ഓൺ ബിസിനസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ആ ആളിന് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ് എടുക്കണോ ആർട്സ് സബ്ജക്ട് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾ ആർട്ടിൽ അത്യാവശ്യം നല്ല എക്സ്പേർട്ടാണ് അല്ലേ, എന്നാൽ ആ ആളിന് ഭാവിയിൽ ബിസിനസ് റൺ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ കൊമേഴ്സ് പഠിക്കുമ്പോൾ ആ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു അല്ലേ. He was having a very hard time in deciding what was best for him. So he approached me for my recommendation as he knew that I had done a lot of research on the same. അപ്പോൾ ആളിനറിയാം എനിക്കിതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലേ, അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. But before giving any advice, I asked him to create a list of pros and cons for both options and think hard about what he was more passionate about. അപ്പോൾ ആദ്യം ഞാൻ അഡ്വൈസ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ പഠിക്കുന്ന അല്ലേ, ഇപ്പോൾ കൊമേഴ്സും ആർട്ടുമാണ്, അപ്പോൾ അതിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. He said he liked arts a lot, but at the same time he wanted to earn a lot of money so that he could travel the world അല്ലേ, ഒരുപാട് മണി സമ്പാദിക്കണം എന്ന് പറഞ്ഞു. I then explained to him that all the famous people in the world have one thing in common, that they truly follow their passion. ഒരു പാഷനാണ് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ കൊടുത്ത അഡ്വൈസ് ഇതാണ്. I also told him that if he could become the best in his field, then the money would follow automatically and he would be able to fulfill his travel dream. അപ്പോൾ നമ്മൾ ആ ഒരു പാഷൻ ഉള്ള ഫീൽഡിൽ കുറച്ച് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മണിയും വരും എന്ന് പറഞ്ഞു അല്ലേ. Finally, after careful deliberation, he followed my advice and now he has recently completed his higher secondary education and he always thanks me for helping him to make the right choice. So, അവസാനം ആ ഒരു നിരീക്ഷണത്തിനൊക്കെ ശേഷം ആ ഒരു അഡ്വൈസ് ഫോളോ ചെയ്തു അല്ലേ, പാഷനായിട്ടുള്ള സബ്ജക്റ്റ് എടുത്തു, ഇപ്പോൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തു, എപ്പോഴും എൻ്റെ അടുത്ത് താങ്ക്സ് പറയാറുണ്ട്, എന്നെ കാണുമ്പോൾ ഒരു റൈറ്റ് ചോയ്സ് ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയാറുണ്ട്. സോ ഇത് ഇത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ പറയാൻ കഴിയും അല്ലേ, ഒരു പെർട്ടിക്കുലർ ചോയ്സ് അല്ലെ, ഏതാണ് ആ ഒരു അഡ്വൈസ് എന്നുള്ളത് നമുക്ക് മനസ്സിൽ വരണം. അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കും അല്ലേ, പക്ഷെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ വരണം, എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ള സിറ്റുവേഷൻ മനസ്സിൽ വരണം. അത് 1 മിനിറ്റ് കൊണ്ട് വരെയും വേണം, പ്രിപ്പയർ ചെയ്യാൻ വേണം അല്ലേ. അതാണ് ഏറ്റവും ടെഡിയസ് ആയിട്ടുള്ള ടാസ്ക് നമ്മളുടെ ഈ ഒരു സ്പീക്കിങ്. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം, ഡു യു തിങ്ക് പാരൻസ് ഷുഡ് ഗീവ് ദെയർ ചിൽഡ്രൻ അഡ്വൈസ്? പാരൻസ് എപ്പോഴും അഡ്വൈസ് കൊടുക്കണമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാരൻസ് അഡ്വൈസ് കൊടുക്കണ്ട, കുട്ടികൾ തന്നെ ഇഷ്ടത്തിന് വളരട്ടെ എന്നുള്ളൊരു ആൻസർ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല അല്ലേ. അപ്പോൾ പാരൻസ് അഡ്വൈസ് കൊടുക്കുന്നതല്ല, പാരൻസ് കുട്ടികളെ ഗൈഡ് ചെയ്യണമെന്ന് പറയാം അല്ലേ, നല്ല ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യണമെന്ന് നമുക്ക് അവിടെ പറയാം. ആ ഒരു കേസിൽ നമുക്ക് പറയാൻ കഴിയുന്ന ആൻസർ യെസ്, പാരൻസ് ഷുഡ് ഡെഫിനറ്റ്ലി ഗീവ് advice to their children അല്ലേ. Parents have more life experience and can guide their children to make good decisions and avoid mistakes. പാരൻസിന് അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് പാരൻസ് അവരെ ഗൈഡ് ചെയ്യണം അല്ലേ, അഡ്വൈസ് കൊടുക്കണം, അതിൻ്റെ കൂടെ ഗൈഡും ചെയ്യണം. അപ്പോൾ പാരൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു അല്ലേ,
ഇനി നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന വേറൊരാളുണ്ട്, ടീച്ചർ അല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുഡ് ടീച്ചേഴ്സ് ഗീവ് സ്റ്റുഡൻസ് അഡ്വൈസ്. അപ്പോൾ അവിടെ കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. യെസ്, ഓഫ് കോഴ്സ് ടീച്ചേഴ്സ് ക്യാൻ പ്രൊവൈഡ് വാല്യുബിൾ അഡ്വൈസ് ടു സ്റ്റുഡൻസ് എസ്പെഷ്യലി ഓൺ അക്കാഡമിക് മാറ്റേഴ്സ്. അക്കാഡമിക് ആയിട്ട് പേഴ്സണൽ ലൈഫിലല്ല, അക്കാഡമിക്കിൽ നമുക്ക് കുറേ എന്താണ് അഡ്വൈസ് ടീച്ചേഴ്സിൻ്റെ നിന്ന് കിട്ടും അല്ലേ. ടീച്ചേഴ്സ് ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ ആൻഡ് ഗ്രോ നോട്ട് ജസ്റ്റ് അക്കാഡമിക്കലി ബട്ട് ഓൾസോ ആസ് ഇൻഡിവിജ്വൽ. അവിടെ ക്യാരക്ടർ ഫോർമേഷനും ടീച്ചേഴ്സിന് അഡ്വൈസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഡു യു തിങ്ക് ഇറ്റ് ഈസ് നെസസറി ഫോർ അസ് ടു ലിസൺ ടു ഫ്രണ്ട്സ് അഡ്വൈസ്. അപ്പോൾ നമ്മളുടെ പാരൻസായി ടീച്ചേഴ്സായി ഇനി നമ്മളുടെ ജീവിതത്തിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആണോ? അല്ല. ആക്ച്വലി നമ്മളുടെ റിലേറ്റീവ്സിന് പലർക്കും എന്നല്ല, നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലർക്കും റിലേറ്റീവ്സിന് അത്രയ്ക്കും അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അല്ലേ. ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്കായിരിക്കും അല്ലേ. പിന്നെ ഫ്രണ്ട്സിനായിരിക്കും കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും റിലേറ്റീവ്സ് വരുന്നത്. അപ്പോൾ അടുത്ത ഫ്രണ്ടിൻ്റെ ആണ്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് നെസസറി ഫോർ അസ് ടു ലിസൺ ടു ഫ്രണ്ട്സ് അഡ്വൈസ്. ഫ്രണ്ടിൻ്റെ അഡ്വൈസ് അല്ലേ. ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ് നല്ലതാണോ? സോ ചില കേസസിൽ അത് ബെനിഫിഷ്യൽ ആകല്ലേ, ചില കേസസിൽ അത് കറക്റ്റ് ആകണം എന്നില്ല, എല്ലാ കേസസിലും കറക്റ്റ് ആകണം എന്നില്ല. സോ അതുകൊണ്ടാണ് അവിടെ ക്യാൻ ബി ബെനിഫിഷ്യൽ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ക്യാൻ ബി ബെനിഫിഷ്യൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ് know us well and can offer insights or suggestions when we face challenges or decisions. ഫ്രണ്ട്സിന് നമ്മൾ നല്ലതുപോലെ അറിയാം അല്ലേ. സോ നമ്മൾ ഏതെങ്കിലും ചലഞ്ചോ ഡിസിഷനോ ഒക്കെ എടുക്കുമ്പോൾ അത് ഫ്രണ്ട്സിന് അത് മനസ്സിൽ കാണാനും അതെടുത്താൽ എന്തൊക്കെ ആണ് സംഭവിക്കുന്നതെന്നൊക്കെ ഫ്രണ്ട്സിന് നേരിട്ട് കാണാൻ കഴിയും അല്ലേ, അല്ലെങ്കിൽ മനസ്സിൽ കാണാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൻ്റെ അഡ്വൈസും അവിടെ ബെനിഫിഷ്യൽ ആണ്. ഇനി അടുത്തത് അഡ്വൈസിനെ കുറിച്ച് തന്നെയാണ്. ഹൗ ഡു പീപ്പിൾ ഗീവ് യങ് പീപ്പിൾ ആൻഡ് ഓൾഡ് പീപ്പിൾ അഡ്വൈസ്. യങ് പീപ്പിളിന് ഏത് രീതിയിലാണ് അഡ്വൈസ് കൊടുക്കുന്നത്, അതുപോലെ ഓൾഡ് പീപ്പിളിന് എങ്ങനെയാണ് അഡ്വൈസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് യങ് പീപ്പിളിന് എങ്ങനെ കൊടുക്കാൻ കഴിയും? പല രീതിയിലായിരിക്കും അല്ലേ. യങ് പീപ്പിളിന് വേറെ, ഓൾഡ് പീപ്പിളിന് വേറെ, അങ്ങനെയാണ് അഡ്വൈസ് കൊടുക്കുന്നത് അല്ലേ. സോ പീപ്പിൾ ഗീവ് അഡ്വൈസ് ടു യങ് ആൻഡ് ഓൾഡ് ഇൻഡിവിജ്വൽസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പല രീതിയിലാണ്. യങ് പീപ്പിൾ മേ റിസീവ് അഡ്വൈസ് ഇൻഫോർമലി ത്രൂ കോൺവേഴ്സേഷൻസ് വഴിയാണ് അല്ലേ. while older individuals might receive advice from professionals like doctors or lawyers. Older people പ്രൊഫഷണൽസിൻ്റെ കയ്യിൽ നിന്നോ അതായത് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ലോയേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഒക്കെ ആയിരിക്കും ഓൾഡർ ഇൻഡിവിജ്വൽസ് അഡ്വൈസ് റിസീവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഏരിയാസ് ഇൻ വിച്ച് പീപ്പിൾ ആർ മോർ ഓർ ലെസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് അഡ്വൈസ്. എങ്ങനെയുള്ള ഏരിയാസിലാണ് ആൾക്കാർ മോർ അല്ലെങ്കിൽ ലെസ് വില്ലിംഗ്, ഏറ്റവും കൂടുതൽ അഡ്വൈസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഏത് ഏരിയയാണ്, ഏറ്റവും ലെസ് ആയിട്ട് അഡ്വൈസ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് ഏത് ഏരിയയിലാണ്? അപ്പോൾ നമുക്കവിടെ പറയാൻ കഴിയും, നമുക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഫീൽഡുകളിൽ നമ്മൾ അഡ്വൈസ് എടുക്കുക അല്ലേ. എന്നാൽ അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളവിടെ അഡ്വൈസ് എടുക്കാനായിട്ട് തയ്യാറാകത്തില്ല അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് പീപ്പിൾ ആർ ജനറലി മോർ വില്ലിംഗ് ടു അക്സെപ്റ്റ് അഡ്വൈസ് ഇൻ ഏരിയാസ് where they lack expertise or experience. ഞാൻ പറയുന്നത് ചുമ്മാ വായിച്ച് പറയുന്നതല്ല, നമുക്കൊരു സെൻറ്റൻസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, they may be more open to financial advice from financial advisor. However, in areas where they feel confident, they might be less receptive to advice. അപ്പോൾ ചില സമയത്ത് അവർ റിസപ്റ്റീവ് അല്ല അല്ലേ, അഡ്വൈസ് സ്വീകരിക്കത്തില്ല. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കണക്റ്റേഴ്സ് ഒക്കെ നോക്കിക്കേ, ഹൗ എവർ അല്ലേ, പിന്നെ ഫോർ എക്സാമ്പിൾ. നമുക്ക് എക്സാമ്പിളൊക്കെ പറയണമെങ്കിൽ ഫോർ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്കവിടെ പറയാൻ കഴിയും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. ഹാവ് യു എവർ റിസീവ്ഡ് എനി അഡ്വൈസ് ഫ്രം പ്രൊഫഷണൽ പീപ്പിൾ ലൈക്ക് എ ഡോക്ടർ, എ ലോയർ ഓർ എ ടീച്ചർ? ആരുടെയെങ്കിലും കയ്യിൽ നിന്നല്ലേ. അവിടെ എടുത്ത് പറയുന്നുണ്ട് ഡോക്ടറിൻ്റെയോ ലോയറിൻ്റെയോ ടീച്ചറിൻ്റെയോ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുത്തിട്ടുണ്ട്. സോ ടീച്ചറിൻ്റെതും ഡോക്ടറിൻ്റെതും നമുക്ക് പറയാൻ കഴിയല്ലേ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. സോ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഐ എം എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ഓൾവേസ് ഹാവ് ഹെൽത്ത് പ്രോബ്ലംസ്. സോ ഐ ഓൾവേസ് കൺസൾട്ട് ഡോക്ടർ ആൻഡ് he gave me lot of advices regarding എന്താണ് മൈ ഡയറ്റ് എന്ന് പറയാം.
അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം. ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആൻഡ് മൈ ടീച്ചർ, അപ്പോൾ ടീച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് ടീച്ചർ ഷീ ഓൾവേസ് ഗീവ് മീ advices, a lot of advices regarding academic, regarding my academics എന്ന് പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ യെസ് ഐ ഹാവ് റിസീവ് അഡ്വൈസ് ഫ്രം പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ അവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലേ, ലോയറിൻ്റെ പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സ് ഗീവ് മെഡിക്കൽ അഡ്വൈസ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ടീച്ചേഴ്സ് പ്രൊവൈഡ് ഗൈഡൻസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. സച്ച് അഡ്വൈസ് ഹാസ് ബീൻ വാല്യുബിൾ ഇൻ മൈ ലൈഫ്. അപ്പോൾ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് വാല്യുബിൾ ആയിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു ക്യൂ കാർഡ് ഇതേ ടോപ്പിക്കിൽ തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞില്ലെങ്കിൽ പോലും, ഈ സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ആൻസറായിട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ക്യൂ കാർഡും അതുപോലെ തന്നെ അതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെ പറയണം എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ഫോം ചെയ്ത് വെക്കുക. എനിക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ IELTS എക്സാം എഴുതുന്നത് അല്ലേ, എങ്കിൽ പോലും ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 ക്യൂ കാർഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സയൻസ് അല്ലേ, പിന്നെ രണ്ടാമത്തത് അഡ്വൈസിനെ കുറിച്ചാണ്. ഇത് വളരെ നല്ല രീതിയിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ നാളെയാണ്. നാളെ ഇതേ ടൈമിൽ അടുത്ത കുറേ ക്യൂ കാർഡ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും